കൊച്ചിയിലെ സിനിമാ സങ്കേതങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സംവിധായകരും നടന്മാരും പ്രതികളാകുന്ന കേസുകൾ കൂടിയതോടെയാണ് തീരുമാനം. സിനിമാ സെറ്റുകളിലടക്കം സംയുക്ത പരിശോധന നടത്തും. എക്സൈസ്, NCB അടക്കമുള്ള ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പരിശോധന. ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, ഏതു രീതിയിലുള്ള പരിശോധന വ്യാപിപ്പിക്കാനാണ് നിലവിലിപ്പോൾ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത്? സിനിമാ സങ്കേതങ്ങളിലേക്കൊക്കെ പരിശോധന വ്യാപിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ വർദ്ധിക്കുകയും നടന്മാരും സംവിധായകരും എല്ലാം തന്നെ ഇതിൻ്റെ ലഹരി ഇടപാടുകളുടെ ഭാഗവുമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായ പരിശോധന വേണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പോലീസിൽ ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ശക്തമാക്കുമെന്ന കാര്യം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സിനിമാ സെറ്റുകളിലടക്കം പരിശോധനയ്ക്ക് അന്വേഷണ സംഘം ഉണ്ടാകും. അത് ഡാൻസ് ഓഫ് സംഘത്തെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ നിയോഗിക്കും. ഇത്തരത്തിൽ സിനിമാ സെറ്റുകളിൽ മാത്രമല്ല രഹസ്യ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഗൗരവമായി തന്നെ കണ്ട് മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പശ്ചാത്തലമെല്ലാം പരിശോധിച്ച് വസ്തുതയുടെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം പരിശോധിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഏത് വിവരങ്ങളെയും അടിസ്ഥാനമാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസ് ശക്തമായ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് എക്സൈസും ഇക്കാര്യത്തിൽ പ്രധാനമായും ലഹരി ഇടപാട് കേസുകളിൽ, സിനിമാ മേഖലയിലുള്ളവർ ഉൾപ്പെട്ട കേസുകളിൽ കൂടുതൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെ എക്സൈസും കടക്കുന്നു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളുകളെയും എല്ലാം തന്നെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന കാര്യമാണ് എക്സൈസും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുള്ള സംവിധായകരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. മാത്രമല്ല ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ലഹരി ഇടപാടുകൾക്കുള്ള സൗകര്യങ്ങൾ, ലഹരി ഉപയോഗിക്കാനുള്ള കേന്ദ്രങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത ആളുകളും പ്രതികളാകും NDPS ആക്ട് പ്രകാരം തന്നെ എന്ന കാര്യം എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സഹായം ചെയ്തു എന്ന് മനസ്സിലായിട്ടുള്ള ആളുകളുടെ മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. എക്സൈസും അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് നേരത്തെ കൊച്ചി സിറ്റി കൊച്ചി പോലീസ് അന്വേഷിച്ച ഷൈൻ ടോൺ ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ സൈബർ ഫോറൻസിക് പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാകേണ്ടതുണ്ട്. ആ പരിശോധനാ ഫലങ്ങൾ കൂടി പൂർത്തിയായതിനു ശേഷം തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന കാര്യമാണ് പ്രധാനമായും കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും കൊച്ചിയിലെ സിനിമാ സങ്കേതങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്.